ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ, പുതിയ അപ്ഡേറ്റ്സിനെ കുറിച്ചോ ട്രെയിനിങ്ങിനെ കുറിച്ചോ സെമിനാർസിനെ കുറിച്ചോ കോച്ചിങ്ങിനെ കുറിച്ചോ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ, യൂട്യൂബിലെ ഡിസ്ക്രിപ്ഷനിൽ 2 വാട്സാപ്പ് ഗ്രൂപ്പുകളുണ്ട്. 2 ലിങ്ക് ഉണ്ട്. ഒന്ന് ഇംഗ്ലീഷിൽ ഉള്ള ലിങ്കാണ്, ഒന്ന് മലയാളത്തിൽ ലിങ്ക്. നിങ്ങൾക്ക് ഇംഗ്ലീഷ് മാത്രം അറിയാമെങ്കിൽ ഇംഗ്ലീഷ് ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് മലയാളം മാത്രം അറിയാമെങ്കിൽ മലയാളം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് 2 ലാംഗ്വേജും അറിയാമെങ്കിൽ, കംഫർട്ടബിൾ ആണെങ്കിൽ 2 ഗ്രൂപ്പിലും ജോയിൻ ചെയ്യാം. I'll see you in the group. സർ, എൻ്റെ ക്വസ്റ്റ്യൻ, നമ്മൾ ഓഡിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ബാലൻസ്ഡ് ചെയ്ത് ഓഡിറ്റ് ചെയ്യണോ അതോ നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉള്ള രീതിയിൽ ഓഡിറ്റ് ചെയ്യണോ? ഇത് ബിസിനസ് ടോക്ക് നിങ്ങൾ കൊണ്ടുവരും. ബിസിനസ് 2 ബിസിനസ് പേഴ്സണൽ ആയിട്ട് നിങ്ങൾ പറയും. പേഴ്സണലായിട്ട് കാര്യങ്ങളാണ്. ഞാൻ ക്വസ്റ്റ്യന് മോറായിട്ട് എലാബറേറ്റ് ചെയ്യാം. അതായത് നമ്മൾ ഓഡിറ്റ് ചെയ്യാൻ പോകുമ്പോൾ ഒരു സൈഡിൽ നമ്മൾ ജോബ് എന്താ വെച്ചാല് നമ്മളത് ഓഡിറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അത് അവിടെ ആ ഔട്ട്ലെറ്റിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യണ്ടോന്ന് നമ്മൾ ഫൈൻഡ് ചെയ്യണം. അതാണ് നമ്മുടെ ജോബ്. ഏതാണ് ഇപ്പോൾ ഉദാഹരണം പറയാം, നമ്മൾ ഓഡിറ്റ് ചെയ്യുന്ന HR വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓൺ ബോർഡിങ്, കരിയർ ഡെവലപ്മെന്റ്, പിന്നെ എൻഗേജ്മെന്റ്, പിന്നെ ഹൗസിംഗ്, ട്രെയിനിങ്, ഈ 5 മേഖല നമ്മൾ ഓഡിറ്റ് ചെയ്യുന്നത്. Absolutely. ഈ ഓഡിറ്റ് ചെയ്യുന്ന പോയത് സമയത്ത് ISO ഫുഡ് സേഫ്റ്റി റിലേറ്റഡ് ആണ്. അപ്പൊ നമ്മൾ ഈ HR ഫംഗ്ഷൻ, HRല് അതായത് ഈ റെസ്റ്റോറന്റ് ഔട്ട്ലെറ്റിൽ അവർ ട്രെയിൻ ചെയ്യണം ഈ എംപ്ലോയീസിനെ, അവിടുത്തെ മാനേജേഴ്സ്. ഒരു സൈഡിൽ നമ്മൾ അത് ചെക്ക് ലിസ്റ്റ് വെച്ചിട്ട് നമ്മൾ ഓഡിറ്റ് ചെയ്യുന്നത്. ഇനി ഓഡിറ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് തന്നെ നമുക്ക് ഈ മാനേജ്മെന്റ് ലൈസൻസി മാനേജ്മെന്റ് അടുത്ത് പ്രഷർ ഉണ്ടാവും. കാരണം ഒരു സൈഡിൽ എനിക്ക് തോന്നുമ്പോ അവർക്ക് അതിനുള്ള ഫെസിലിറ്റി ഇല്ല കുറെ കാര്യങ്ങൾ അവരെ പൂവർ ലീഡർഷിപ്പ് അല്ലെങ്കിൽ അവർ കമ്മിറ്റ്മെന്റ് അല്ല. അപ്പൊ ഞങ്ങളൊരു 7 പേരുണ്ട്. 7 പേരിൽ ഈ 2 പേര്, ഞാനടക്കം 2 പേര് വളരെ ടഫാണ് ഓഡിറ്റ് ചെയ്യുമ്പോൾ. ഞങ്ങൾ എന്താ വെച്ചാൽ ഞങ്ങൾക്ക് എന്താ ചെക്ക് ലിസ്റ്റ് അത് വെച്ച് ഓഡിറ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് കുറെ പ്രഷർ കിട്ടും. ഇപ്പൊ ഞങ്ങൾ ഓഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു റീജിയൻ, ഞങ്ങളിപ്പോൾ ഒരു ദുബായ് പോയി അല്ലെങ്കിൽ ഒരു വേറെ ഏതൊരു ഏരിയയിൽ പോയി അവിടെ ഓഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് വന്ന ഒരു ക്രൈസിസ് മീറ്റിംഗ് ഉണ്ടാവും. മറ്റുള്ള വേറെയുള്ള ആളുകളൊക്കെ പോയി കഴിഞ്ഞാൽ അവർ പ്രശ്നമില്ല, അവർ എൻജോയ് ചെയ്ത് കണ്ട് തിരിച്ചു വരും. കാരണം അവർ യഥാർത്ഥ ജോബ് ചെയ്യുന്നില്ല, ഞങ്ങൾക്ക് ശരിക്കും വ്യക്തമായിട്ട് അറിയാം. അപ്പൊ എന്റെ ക്വസ്റ്റ്യൻ എന്താ വെച്ചാല്, നമ്മള് എപ്പോഴും നമ്മളെ ജോബ് എന്താ ആ രീതിയിൽ തന്നെ പോകണോ അതോ നമ്മൾ ബാലൻസ് ചെയ്തിട്ട് ഓഡിറ്റ് ചെയ്ത് പോകണമെന്നാണ്? ഓക്കെ, വെരി ഗുഡ്. ഓഡിറ്റിന്റെ പർപ്പസ് എന്താ? വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ഓഡിറ്റിംഗ്? ഞാൻ ഓഡിറ്റർ ആയിരുന്നു കേട്ടോ, ഞാൻ അതാ ചോദിക്കാൻ കാരണം. വാട്ട് ഈസ്, ഞാൻ എയർലൈൻസിന്റെ ഓഡിറ്റിംഗ് ചെയ്യുന്നത്. സോ ഹിയർ മൈ ക്വസ്റ്റ്യൻ ഈസ്, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ഓഡിറ്റിംഗ്? പർപ്പസ് ഓഫ് ഓഡിറ്റ് ഞാൻ കരുതുന്നത് വെച്ചാല് നമ്മൾ അവരെ ലൈസൻസിനെ അവരെ ബിസിനസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്മൾ കൊടുത്ത സിസ്റ്റം അവർ ഇംപ്ലിമെന്റ് ചെയ്യണ്ടോ നോക്കുക. ആ സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴുള്ള അവർക്ക് അതിൽ പ്രോഫിറ്റ് കിട്ടുള്ളൂ. ഉദാഹരണം പറയാം, ആ ഔട്ട്ലെറ്റിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. അവർ 6 മാനേജേഴ്സ് ഉണ്ട് ഒരു ഔട്ട്ലെറ്റിൽ. ഈ ഔട്ട്ലെറ്റിന്റെ അവർ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാലുള്ളൂ അവർക്ക് ആ ടീം മെമ്പേഴ്സ് ബെസ്റ്റ് സർവീസ് ചെയ്യുള്ളൂ. അപ്പൊ അവർക്ക് ലോയൽറ്റി കസ്റ്റമേഴ്സ് ഉണ്ടാവുള്ളൂ, സെയിൽസ് ഉണ്ടാവുള്ളൂ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. തീർച്ചയല്ലേ? തീർച്ചയല്ലേ? അപ്പൊ അവർ അത് ഇംപ്ലിമെന്റ് ചെയ്താലല്ലേ അവർക്ക് ഗുണം ഉണ്ടാവുള്ളൂ. എക്സാക്ട്ലി. നിങ്ങൾ അത് ഓക്കെ ദിസ് ഇസ് ഫൈൻ ടു ഗോ, നോ ഫൈൻഡിങ് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ശരിക്കും നിങ്ങൾ അവരെ ചതിക്കല്ലേ ചെയ്യണം അവരുടെ ബിസിനസ്സിൽ ആണ് അല്ലേ? ശരിയല്ലേ? ഓക്കെ, നിങ്ങൾക്ക് സമാധാനത്തിൽ വന്ന് കിടന്നുറങ്ങാൻ പറ്റും. നിങ്ങളൊരു സത്യസന്ധനായിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഓഡിറ്റിങ്ങിൽ നോക്കി, ഓഡിറ്റിങ്ങിൽ കുറെ ഫൈൻഡിങ് ഉണ്ടെന്ന് വിചാരിക്കാം, പക്ഷെ ഓഡിറ്റിംഗ് ഇസ് ക്ലിയർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വന്ന് കിടക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് സത്യസന്ധമായിട്ടൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് കിടന്നുറങ്ങാൻ പറ്റും. No, that's the main issue. Yeah, so this is one question. നിങ്ങൾ കുട്ടികളുണ്ടോ? കല്യാണം കഴിച്ചിട്ടുണ്ടോ? Yes. Okay, do you got kids? Yes. Okay, how old is he or she? One is the 7, one is the 2. Okay, one is 7, one is 2. ആ കുട്ടീനോട് നിങ്ങൾ പറയണം, മോളെ കളവ് പറയാൻ പാടില്ല എന്ന് പറയാന്ന് വിചാരിക്കാം. കളവ് പറയാൻ പാടില്ല എന്ന് പറഞ്ഞു. ആ കുട്ടി കളവ് പറഞ്ഞാൽ നിങ്ങൾ ചീത്ത അറിയോ? ആ കുട്ടി അഡ്വൈസ് ചെയ്യോ? കളവ് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വൈസ് ചെയ്യോ? അഡ്വൈസ് ചെയ്യുന്നല്ലേ? നിങ്ങൾ വിചാരിക്കുക, ആ കുട്ടി 1 വയസ്സായിരുന്ന സമയത്ത് ഓക്കെ സംസാരിക്കാൻ എന്തെങ്കിലും ആക്ടിങ്, ആ സമയത്ത് നിങ്ങൾ ജസ്റ്റ് എന്തോ പറയാൻ, നിങ്ങൾ ഫാദറിനെ എന്താ വിളിക്കുക? നിങ്ങൾ എന്താ ഉപ്പാന്നോ ഡാഡിന്നോ പപ്പാന്നോ എന്താ വിളിക്കുക? ഉപ്പ ഇവിടെ ഇല്ലാന്ന് പറഞ്ഞുകൊണ്ടിട്ടാ, ആരെങ്കിലും വന്നാൽ ഉപ്പ ഇല്ലാന്ന് പറഞ്ഞുകൊണ്ടിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സത്യമാണോ കളവാണോ? കളവ്. ഉറപ്പല്ല, ചെറിയൊരു കാര്യമാണല്ലോ നമുക്ക് കണ്ടാൽ ചെറിയ. പക്ഷെ അതേ സമയത്ത് ആ കുട്ടി വലുതായി കഴിഞ്ഞിട്ട് ആ കുട്ടിനോട് നിങ്ങൾ കളവ് പറയരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് പറഞ്ഞൂടെ, പപ്പ നിങ്ങൾ പണ്ട് ഇതേപോലെ കളവ് പറഞ്ഞിട്ടെന്ന് പറഞ്ഞൂടെ?
അപ്പൊ നിങ്ങളുടെ റോൾ മോഡലല്ല കുട്ടിക്ക്, നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ റോൾ മോഡലല്ലേ? യെസ്. എത്ര പേര് ഇവിടെ അംഗീകരിക്കുന്നുണ്ട് നിങ്ങളുടെ മക്കൾക്ക് റോൾ മോഡൽ ആവണമെന്ന് അംഗീകരിക്കുന്ന എത്ര പേരുണ്ട് ഇവിടെ ആയിന്ന് ടൈപ്പ് ചെയ്യാം? ഇന്ന് ഞാൻ കുറച്ചും കൂടെ കൂടുതൽ ടൈം എടുക്കും കേട്ടോ നിങ്ങൾക്ക്. കാരണം ഒരു 1-2 ക്വസ്റ്റ്യൻ കുറച്ച് ലോങ് ആയിപ്പോയി. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എക്സ്ട്രാ ടൈം വരുന്നു എല്ലാവർക്കും. ആർക്കൊക്കെ ഇരിക്കാൻ പറ്റിയാൽ ഇരിക്കുക തീർച്ചയായിട്ടും. അപ്പം മനസ്സിലാക്കുക, അവിടെ നിങ്ങൾ അതിന് കളവെന്ന് തെളിയിച്ചു. ഇനി അത് പ്രൊഫഷനിലേക്ക് കൊണ്ടുപോകാം. ഓക്കെ. പ്രൊഫഷണൽ നിങ്ങൾ ഇതേപോലെ ചെയ്താൽ നിങ്ങൾക്ക് കുറ്റബോധം ഉണ്ടാവില്ലേ? കുറ്റബോധമുണ്ട്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ജോബിൽ നിന്ന് ചിലപ്പം പ്രഷർ ഉണ്ടാവും. അത് ശരിയല്ലേ? അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിക്കേണ്ടത് ഇനി ഞാൻ പറയാൻ പോകുന്നത്, ഇവിടെ ചിലപ്പോൾ എത്ര പേരുണ്ട്? 208 പേരുണ്ട്. ഇതിൽ ചിലപ്പോൾ കുറേ ആൾക്കാർ എതിർക്കും. ഓക്കെ, ഞാൻ പറയാൻ പോകുന്നത് ചിലപ്പോൾ കുറേ ആൾക്കാർ എതിർക്കും. അങ്ങനെ നിങ്ങൾ തെറ്റായിട്ടുള്ള മാർഗത്തിൽ കൂടെ പോണ, അല്ലെങ്കിൽ അതിനെ മാത്രം സപ്പോർട്ട് ചെയ്യണ ഒരു കമ്പനി വർക്ക് ചെയ്യണത് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ചിലപ്പോൾ അവർ നിങ്ങൾക്ക് എല്ലാ സപ്പോർട്ടും തരുന്നുണ്ടാവും, നിങ്ങൾക്ക് പേർ ഡിയം തരുന്നുണ്ടാവും, ട്രാവലിംഗ് അലവൻസ് തരുന്നുണ്ടാവും, ഫാമിലി നോക്കുന്നുണ്ടാവും, ഇൻഷുറൻസ് എല്ലാം നിങ്ങൾക്ക് തരുന്നുണ്ടെന്ന് വിചാരിക്കുക. പക്ഷേ അറ്റ് ദ സെയിം ടൈം യു ആർ ടെല്ലിംഗ് ലൈസ്. ഇറ്റ്സ് നോട്ട് മാച്ചിങ് വിത്ത് ദ ചെക്ക് ലിസ്റ്റ് ദാറ്റ് യു ഹാവ്. നിങ്ങൾക്ക് ചെക്ക് ലിസ്റ്റ് ഉണ്ടല്ലോ, ഓഡിറ്റ് ചെക്ക് ലിസ്റ്റ്. ആ ചെക്ക് ലിസ്റ്റിന് ഈവൻ ഫൈൻഡിങ് ഉണ്ടായിട്ട് പോലും നിങ്ങൾ നോ ഫൈൻഡിങ് ക്ലിയർ, എല്ലാ ഫൈൻഡിങ് ക്ലിയർ എന്ന് പറയുന്നത് നിങ്ങൾ ശരിക്കും തെറ്റാണ് ചെയ്യുന്നത്. നിങ്ങൾ അത് അവിടെ മിസ്ലീഡ് ചെയ്യാണ് ചെയ്യുന്നത്. ആ കമ്പനീനെ നിങ്ങൾ മിസ്ലീഡ് ചെയ്യാണ് ചെയ്യുന്നത്. ആ കമ്പനിക്ക് കൂടുതൽ അവരെ സ്റ്റാൻഡേർഡ് വർദ്ധിക്കാനും കൂടുതൽ കസ്റ്റമേഴ്സ് കിട്ടാനുള്ള എന്തൊക്കെ മാർഗമുണ്ട് അത് നിങ്ങൾ തടഞ്ഞു നിർത്തണം ചെയ്യണം. ശരിയല്ലേ? സോ യു ടെൽ മീ what would you do in this case? നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി ഇത് what you are doing is not right, though the company is supporting you from one way or other. So tell me, what would you do? ഞാനിവിടെ കരുതുന്നത് ഞാൻ ലൈസൻസറാണ്. ലൈസൻസർ എന്നാണ് പോകുന്നത്. കാരണം ഞങ്ങളാണ് സിസ്റ്റങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്, അവർ ഇംപ്ലിമെന്റ് ചെയ്യണം. അപ്പോ ഞാൻ എന്റെ ലൈസൻസർ, എന്റെ കമ്പനി എന്താ പറയുന്നത് അതിനനുസരിച്ച് തന്നെ എന്റെ ജോബ് ചെയ്തു പോവാം. പക്ഷെ അതിൽ അവിടുത്തെ തെറ്റുകളോ നിങ്ങൾ തെറ്റെന്ന് കാണുന്നില്ലല്ലോ? കാണുന്നുണ്ട്. ഞാനത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് എന്റെ പ്രോബ്ലം അതല്ല. അതുകൊണ്ടാണ് എനിക്ക് ഒരു ഓഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്നെ അതൊരു ക്രൈസിസ് മീറ്റിംഗ് ഉണ്ടാവും. കാരണം അവിടുന്ന് ലൈസൻസിൽ നിന്ന് കുറെ ഇങ്ങോട്ട് ഹയർ മാനേജ്മെന്റിന് മെയിൽ ചെയ്യും. ഈ 2 ഓഡിറ്റേഴ്സ് വന്നുകാണ്ട് ഇവിടെ ഭയങ്കര ടഫാണ്, അവരിങ്ങനെ അതിന്റെ കാര്യങ്ങൾ അവർ ചെയ്യുന്നില്ല, 1 2 3 4 കണ്ടു. അപ്പൊ ഞങ്ങൾ ഇപ്പോൾ കാരണം ലാസ്റ്റ് ഒരു റീജിയണിൽ ഞാൻ പോയി ആ ഓഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിന് ഒരു ക്രൈസിസ് മീറ്റിംഗ് ഉണ്ടായി. ആ മീറ്റിംഗിൽ ഞാൻ എന്റെ കാര്യങ്ങൾ 1 2 3 4 പറഞ്ഞു. എനിക്ക് ക്ലിയർ ആണ്, അവരെ വർക്ക് ചെയ്യുന്നില്ല 1 2 3 4. ഓക്കെ, അപ്പൊ ഞാൻ അങ്ങോട്ട് തിരിച്ചു ഈ ഹ്യൂമൻ ഹബിൽ വന്ന ശേഷം നമ്മൾ കുറെ കാര്യങ്ങൾ എതിർത്ത് പറയാൻ തുടങ്ങി. ഓക്കെ, അപ്പൊ ഞാൻ അങ്ങോട്ട് 2-3 കാര്യങ്ങൾ പറഞ്ഞു. ഒരാൾ പറഞ്ഞു ഓക്കെ നിങ്ങളുടെ ട്രെയിനിങ് സിസ്റ്റം ശരിയല്ല പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ, ഞങ്ങൾ ട്രെയിനിങ് സിസ്റ്റം ശരിയല്ലെങ്കിൽ നിങ്ങൾക്ക് ലൈസൻസ് എന്നുള്ള രീതിയിൽ നിങ്ങൾ ഫീഡ്ബാക്ക് കൊടുക്കാം. വൈ ഡോണ്ട് യു ഗിവ് ഫീഡ്ബാക്ക്? ഓക്കെ, നിങ്ങൾ ഫീഡ്ബാക്ക് കൊടുക്കുന്നില്ല. കാരണം എനിക്ക് മനസ്സിലായത് നിങ്ങൾക്കവിടെ മാൻ പവർ ഷോർട്ട് ഉണ്ട്. കാരണം നിങ്ങൾ മാൻ പവർ ഷോർട്ട് ആക്കുന്നത് നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് നിങ്ങൾ എംപ്ലോയീസിനോട് ചെയ്യുന്ന ഒരു ഇതാണ്. നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ആണ് എംപ്ലോയി. നമ്മൾ എംപ്ലോയീസിനെ യൂട്ടിലൈസ് ചെയ്യണം. അതിപ്പോ ഒരു ഡെക്കിന്റെ സ്റ്റോറി ഉണ്ടല്ലോ, അതേപോലെ ആക്കരുത്. നമ്മൾ ബാലൻസ് ചെയ്തിട്ട് ചെയ്യണം. അപ്പൊ നിങ്ങൾ പുവർ ലീഡർഷിപ്പ് ആണ്. നിങ്ങൾക്ക് ബഡ്ജറ്റ് ഇല്ലെങ്കിൽ അത് നിങ്ങൾ ലീഡർഷിപ്പ് ഇഷ്യൂസ് ആണ്. നിങ്ങൾക്ക് ബഡ്ജറ്റ് വേണമെങ്കിൽ മോട്ടിവേഷൻ പ്രോഗ്രാം, ട്രെയിനിങ്, ഇങ്ങനത്തെ മാൻ പവർ. ഞാൻ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യട്ടെ. കാരണം അപ്പൊ നിങ്ങൾക്ക് ഒരു മിനിമം കണ്ടീഷൻസ് ഉണ്ടാവുമല്ലോ. മിനിമം കണ്ടീഷൻ. ആ മിനിമം കണ്ടീഷൻ അവർ മീറ്റ് ചെയ്യണം. അത് മീറ്റ് ചെയ്യണില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് പറഞ്ഞിരിക്കണം. ആസ് എ ബിലീവർ, okay, I don't know whether you believe whatever it is, as a believer who believes in yourself, in your soul, who believes in your integrity വളരെ ഇമ്പോർട്ടൻറ്റ്. ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഒരു ഇരുട്ടുള്ള രാത്രിയിൽ ആരും കാണാത്ത ഒരു ഡീപ്പ് ഡാർക്ക് ഡിച്ച് എന്നാ പറയല്. ഞാൻ എപ്പോഴും ഡിഫൈൻ ചെയ്യില്ല അങ്ങനെ. വാട്ട് ഈസ് ഇന്റഗ്രിറ്റി? ഇന്റഗ്രിറ്റി ഇസ് നത്തിങ് ബട്ട് എ ഡീപ്പ് ഡാർക്ക് ഡിച്ച് വേർ യു ആർ ഓൾ ബൈ യുവർ സെൽഫ് ആൻഡ് സ്റ്റിൽ യു ഫിയർ സംവൺ. സംതിങ് റോങ്. ഒരു കറുത്ത ഇരുട്ട് ഡീപ്പായിട്ടുള്ള, വളരെ ഡീപ്പായിട്ടുള്ള ഡിച്ച്, അതായത് കുഴിയിൽ ആരും ഇല്ലാത്തപ്പോഴും നിങ്ങൾ പേടിക്കാണ് കളവ് പറയാൻ. അതിനാണ് ഇന്റഗ്രിറ്റി എന്ന് പറയുന്നത്. എത്ര പേർക്ക് അത് മനസ്സിലായി? സേ ക്രിസ്റ്റൽ ക്ലിയർ. ദാറ്റ്സ് ക്രിസ്റ്റൽ ക്ലിയർ. ഒരു ഇരുട്ട് കൂട്ടിയ കടുത്ത രാത്രിയിൽ ഒരു കുണ്ടിൽ, എൻ്റെ മലയാളം കറക്റ്റ് ആയിരിക്കില്ല കേട്ടോ, അത്രയും ഡീപ്പായിട്ടുള്ള സ്ഥലത്ത് നിങ്ങൾ ഒറ്റക്കുള്ളൂ. പക്ഷെ അവിടെ നിങ്ങൾ തെറ്റ് ചെയ്യാനും പറയാനും കാണാനും നിങ്ങൾ പേടിക്കേണ്ട. ഇവിടെ ആരും ഉണ്ടെന്നുള്ള പേടിക്കണം. അതിനാണ് ഇന്റഗ്രിറ്റി എന്ന് പറയാം.
മനസ്സിലായി? Yes. ആ ഇന്റഗ്രിറ്റി പ്രകാരം നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളുടെ ചെക്ക് ലിസ്റ്റിൽ ഒരു മിനിമം വയബിൾ പ്രൊഡക്റ്റ് വയബിൾ സർവീസ് ഉണ്ട്, മിനിമം വയബിൾ സർവീസ് ഉണ്ട്. ആ മിനിമം വയബിൾ സർവീസ് ആ വ്യക്തി മീറ്റ് ചെയ്യേണ്ടത് ദാറ്റ്സ് ഓക്കെ. അത് മീറ്റ് ചെയ്യണില്ലെങ്കിൽ അത് തീർച്ചയായിട്ടും പറഞ്ഞിരിക്കണം. ബിക്കോസ് ദേ ആർ നോട്ട് മീറ്റിംഗ് ടു എ കണ്ടീഷൻ വിച്ച് ഹാസ് ബീൻ സെറ്റ് ബൈ ദ അതോറിറ്റി. അല്ലേ, ശരിയല്ലേ? Yes. സോ യു ഷുഡ് ബി ട്രൂ ദർ. യു ഷുഡ് ബി ട്രൂ. അതായത് നിങ്ങൾ ഒരിക്കലും ഞാൻ ഇത് പറയാനുള്ള കാരണം വെച്ചാൽ ഞാൻ വർക്ക് ചെയ്തിരുന്ന കമ്പനിയിൽ നിന്ന് എനിക്ക് ഒരു ഏകദേശം എനിക്ക് ഐ തിങ്ക് 1 ഇയറിന് ഇതായിട്ട് ആ കൺട്രിയിലെ ആ കൺട്രി, ഞാൻ ഏതാ കൺട്രി ഒന്നും പറയില്ല, ആ കൺട്രിയിലെ അതോറിറ്റിയിലെ ഓഡിറ്ററാക്കി ഞാൻ മാറ്റി. ഓക്കെ, എന്നിട്ട് അതോറിറ്റി ആക്കിയിട്ട് മാറ്റി, ഓഡിറ്ററാക്കി മാറ്റിയിട്ട് ഞാൻ ആദ്യത്തെ ഓഡിറ്റ് വന്ന എൻ്റെ കമ്പനി തന്നെ, ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനി തന്നെ ഓഡിറ്റ് ചെയ്യാൻ വന്നിട്ട് ഞാൻ അതിലെ ഫൈൻഡിങ്സ് വന്നിട്ട് ഞാൻ റിപ്പോർട്ട് ചെയ്ത്, ആരൊക്കെ റിപ്പോർട്ട് ചെയ്യണം? ഗവൺമെന്റിനെ റിപ്പോർട്ട് ചെയ്യണം, ഗവൺമെന്റ് അതോറിറ്റിക്ക് റിപ്പോർട്ട് ചെയ്യണം, ഏവിയേഷൻ അതോറിറ്റിക്ക്. ഓക്കെ, ഏവിയേഷൻ അതോറിറ്റിക്ക് റിപ്പോർട്ട് ചെയ്ത് എന്നോട് ആദ്യമായിട്ട് അവിടുത്തെ സീനിയർ ചോദിച്ചു, ഫാറൂഖ് നീ കൊടുങ്ങുമല്ലോ, നിന്റെ കമ്പനിയെ പറ്റിയിട്ട് തന്നെയാണ് നീ ഫൈൻഡിങ് കണ്ടുപിടിച്ചത്. ഞാൻ പറഞ്ഞ പ്രശ്നമില്ല, ഞാൻ എൻ്റെ ജോലി ഞാൻ ചെയ്തിരിക്കണം, ഞാൻ ഫൈൻഡിങ് കണ്ടുപിടിച്ച് ഇത് അവർ ക്ലിയർ ചെയ്യണം. യു ഗോട്ട് മീ? അത് ക്ലിയർ ചെയ്തു. പിന്നീട് ആ ഒരു ഞാൻ ചെയ്തത് വെയർ ഹൗസിൽ പോയിട്ട് ഇത് ഓഡിറ്റ് ചെയ്ത്, ആ വെയർ ഹൗസ് പിന്നെ കംപ്ലീറ്റ് ക്ലിയർ ചെയ്തു അവര്. എനിക്ക് കളവ് പറയായിരുന്നു, പക്ഷെ ഞാനത് ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിനെ പറ്റിയിട്ട് ഓഡിറ്റ് ചെയ്തിട്ട് ഞാൻ വന്നിട്ടില്ല. അതും ഇന്റേണൽ ഓഡിറ്റ് അല്ല, എക്സ്റ്റേണൽ ഓഡിറ്റ് ആണ്. ഞാൻ എക്സ്റ്റേണൽ ഓഡിറ്റർ ആയിട്ടാണ് പോയിട്ടുള്ളത് അവിടെ. എന്നിട്ട് അത് ചെയ്ത് വൈ? ബിക്കോസ് ഇറ്റ് വാസ് അഗെയിൻസ്റ്റ് ദ ചെക്ക് ലിസ്റ്റ്. സോ ഐ സെഡ് ബേസ്ഡ് ഓൺ ദ ചെക്ക് ലിസ്റ്റ് ഇന്നത് കുറവുണ്ട്, അതിൻ്റെയൊക്കെ ഫോട്ടോസ് ഞാൻ എടുത്തിരുന്നു, ഞാൻ കൊടുത്ത് സേഫ്റ്റി, സെക്യൂരിറ്റി ഇഷ്യൂസ്, എവറിത്തിങ്, ആക്സിഡന്റ്, ഇൻസിഡന്റ് വാട്ട് എവർ ഇറ്റ്സ് ഗോണ ഹാപ്പൻ. അപ്പൊ നമ്മൾ ചെയ്യുന്ന തൊഴിലിൽ നമുക്കൊരു സ്റ്റാൻഡേർഡ് ഉണ്ടെങ്കിൽ ആ സ്റ്റാൻഡേർഡാണ് സത്യം എന്നുള്ളത് നമ്മൾക്ക് അറിയാമെങ്കിൽ അതിൽ നമ്മൾ ക്ലീൻ ആയിട്ട് അതിലായിരിക്കും ഫോളോ ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് ഇന്റഗ്രിറ്റി. Okay. You got it? Yes. You got some sort of clarity today? Yes. Thank you, sir. Thank you very much. Thanks a lot. Okay, I'll take next question. അടുത്ത ക്വസ്റ്റ്യൻ ഫീമെയിൽ ആയിരിക്കട്ടെ. ഇന്ന് ഞാൻ ഒറ്റ ഫീമെയിലിന്റെ ക്വസ്റ്റ്യൻ എടുത്തില്ല, അപ്പോൾ I'll take the first female please. നിങ്ങൾക്ക് എക്സ്ട്രാ ടൈം ഞാൻ തരണ്ട. Okay, go ahead.